കാൽനൂറ്റാണ്ടിന് ശേഷം ഗുരുവായൂർ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയതിനാൽ ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ LDF ചരിത്ര മുന്നേറ്റത്തിലൂടെ സീറ്റുകളുടെ എണ്ണം കൂട്ടാനൊരുങ്ങി NDA. വോട്ടുകൾ അകത്തായപ്പോൾ പുറത്ത് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. 3 വാർഡുകൾ വർദ്ധിച്ച് 46 ആയപ്പോൾ 24 സീറ്റിലധികം നേടുമെന്നാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ ആദ്യം കളത്തിലിറക്കാനായതും അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളുമില്ലാതെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായതും വിജയസാധ്യതയായി UDF വിലയിരുത്തുന്നു. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ കഴിഞ്ഞെന്നും നേരത്തെ കൗൺസിലർമാരായിരുന്ന 12 പേരെ മത്സരിപ്പിക്കാനായതും വിജയപ്രതീക്ഷ കൂട്ടുന്നു. LDF കൗൺസിലർമാരായിരുന്ന 2 പേരെ UDF സ്ഥാനാർത്ഥികളായി കിട്ടിയതും നേട്ടമായാണ് നേതൃത്വം നോക്കിക്കാണുന്നത്. എന്നാൽ 28 സീറ്റുകളുണ്ടായിരുന്നത് ഇത്തവണ വർദ്ധിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. ദീർഘകാലമായി ഗുരുവായൂർ നിവാസികൾ ആവശ്യപ്പെട്ടിരുന്ന റെയിൽവേ മേൽപ്പാലവും അഴുക്കുചാൽ പദ്ധതിയുമായിരുന്നു LDF പ്രചാരണ ആയുധമാക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതും തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായതുമാണ് LDFന്റെ വിജയപ്രതീക്ഷയ്ക്ക് തിളക്കമേകുന്നത്. മുൻ കൗൺസിലർമാരായിരുന്ന 11 പേരെയാണ് LDF ഇത്തവണ മത്സരരംഗത്തിറക്കിയത്. UDF കൗൺസിലറായിരുന്ന AT ഹംസ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായത് നേട്ടമായാണ് നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 2 സീറ്റ് ഇത്തവണ 5 ഉയരുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി ഭരണ നേട്ടങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാനായതും ഇവരുടെ വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. 4 വാർഡുകളിൽ മത്സരിച്ച ആം ആദ്മിയും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്നുണ്ട്. 4 വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയും 1 വാർഡിൽ SDPIയും മത്സരരംഗത്തുണ്ടായിരുന്നു.